ഹലോ ഗായ്സ്, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇന്ന് വന്ന് ചോദിക്കുന്ന കാര്യം ജാസ്മിൻ്റെ കാര്യമായിരിക്കും. എന്തായാലും ജാസ്മിൻ ഇന്ന് കിട്ടും. അതുപോലെ തന്നെ പ്രൊമോ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം ഇന്നലെ സിബിന് കിട്ടാനുള്ളത് കിട്ടി, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ജാസ്മിൻ്റെ ഊഴമാണ്. അപ്പോൾ ജാസ്മിന് വന്ന് ലാലേട്ടൻ ജാസ്മിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ തന്നെയാണ്. അപ്പം നമ്മുടെ ഇത്രയും നാളത്തെ, അതായത് ഒരു 6, ഇപ്പോൾ ഇതും കൂടെ കൂട്ടി 6ാമത്തെ ബിഗ് ബോസാണ്. അപ്പോൾ ഈ 6 ബിഗ് ബോസിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വൃത്തിയില്ലായ്മ, ഹൈജീനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു സീസൺ ഇതായിരിക്കും. കാരണം ഇതിന് മുന്നത്തെ നമ്മൾ സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും, അതായത് ശനിയും ഞായറും വന്നിട്ട് ഇങ്ങനെ വൃത്തിയില്ലായ്മയെ പറ്റി ഇത്രത്തോളം ഇങ്ങനെ സംസാരിച്ചത് ദിവസങ്ങളോളം നിൽക്കുന്ന ഒരു സംസാര വിഷയമായിട്ട് വൃത്തിയില്ലായ്മ വരുന്ന ഒരു സീസൺ എനിക്ക് തോന്നുന്നു മുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ വൃത്തിയില്ലായ്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അതിന് വഴക്ക് കിട്ടുന്നതും എത്ര കിട്ടിയാലും മതി വരാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് ജാസ്മിനാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ ജാസ്മിൻ ചെരുപ്പിടാതെ, ചെരുപ്പ് യൂസ് ചെയ്യാതെ ബാത്റൂമിലോട്ട് പോയിട്ട് അതേ കാലുകൊണ്ട് സോഫയിൽ കയറിയിരിക്കുന്നു. സോ അത് മറ്റുള്ളവർക്ക്, ഇത് സിബിനും ജിൻഡോയുമാണ് എനിക്ക് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അവർ പറയുകയും ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാവരും ഈ കാര്യം അംഗീകരിക്കുകയും അവർക്കത് ശരിയായിട്ട് തോന്നുകയും ജാസ്മിൻ കാൽ താഴ്ത്തി വെക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും, പക്ഷെ അത് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വഴക്കായിട്ട് പിന്നെ ഇത് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിൽ ചെരുപ്പ് യൂസ് ചെയ്യാതെ നടന്നതിന് ഇങ്ങനെ കാണിക്കുന്നത് ബിഗ് ബോസ് തന്നെ ജാസ്മിൻ്റെ കാല് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് കയറി കാണുക. അപ്പോൾ എന്തായാലും ജാസ്മിനെ പറ്റി, ആ വൃത്തിയില്ലായ്മയെ പറ്റി ഇന്ന് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എന്നെ മാത്രം ഇവിടെ എല്ലാവരും ലാലേട്ടൻ ടാർഗറ്റ് ചെയ്യുന്നു എന്ന്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നേ? അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊരു കാര്യത്തിന് തീരുമാനമാവും. ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ കാല് സ്കിന്നിന് പ്രോബ്ലം ആയതുകൊണ്ടാണ്. ജാസ്മിൻ്റെ കയ്യിലുള്ളൊരു ഹാർഡ് ചെരുപ്പാണ്. അപ്പോൾ സോഫ്റ്റ് ചെരുപ്പൊന്നും ഇല്ല, അതുകൊണ്ടാണ് ജാസ്മിൻ ചെരുപ്പിടാതെ നടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആരുടെയോ കയ്യിലൊരു ചെരുപ്പുണ്ട്, അത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണമെന്നില്ല. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്ന് എന്താണ് ജാസ്മിൻ അതിന് മറുപടി പറയുന്നത്, എന്താണ് ലാലേട്ടൻ അതിന് തിരിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ബൈ ബൈ.